പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. കൂടൽമാണിക്യം ക്ഷേത്ര ഭരണസമിതിയുടെ തന്ത്രിക്കാരായ്മ, ജീവനക്കാർക്കെതിരെയുള്ള ധാർഷ്ട്യം നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ വാര്യർ സമാജം ഇരിങ്ങാലക്കുട യൂണിറ്റ് സമ്മേളനം അതൃപ്തിയും ആശങ്കയും രേഖപ്പെടുത്തി. ക്ഷേത്ര ജീവനക്കാരെ വിവിധ പൂക്കളിൽ കോർത്ത മാല പോലെ കോർത്തിണക്കി കൊണ്ടുപോകുന്നതിന് പകരം ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ജീവനക്കാരുടെ ഇടയിൽ പരസ്പര വൈരാഗ്യം സൃഷ്ടിക്കുന്ന തരത്തിലും ഭക്തർക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. യൂണിറ്റ് ആസ്ഥാന മന്ദിരം ഹാളിൽ ചേർന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണ വാര്യർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി.വി. രുദ്രൻ വാര്യർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ടി.വി. ഇന്ദിര വാരസ്യാർ, പി.വി. രാമചന്ദ്ര വാര്യർ, രാപ്പാൾ ഉണ്ണികൃഷ്ണൻ, ഭദ്ര വാര്യർ, ഭാനുശ്രീ വാര്യർ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി എ. അച്യുതൻ, വി. ഗിരീശൻ, എ.സി. സുരേഷ്, ഉഷാദാസ്, എസ്. കൃഷ്ണകുമാർ, ടി. രാമൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പി.വി. രുദ്രൻ വാര്യർ പ്രസിഡന്റ്, എ. അച്യുതൻ സെക്രട്ടറി, എസ്. കൃഷ്ണകുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വനിതാ വിഭാഗം ഭാരവാഹികളായി ഇന്ദിര ശശിധരൻ പ്രസിഡന്റ്, എ.സി. രമാദേവി സെക്രട്ടറി, പ്രഭ വേണുഗോപാൽ ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശം ഏപ്രിൽ 14 മുതൽ 26 വരെ നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് എ.സി. ദിനേശ് വാര്യർ, സെക്രട്ടറി കെ. കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 14 ആചാര്യവരണത്തോടെ ആരംഭിക്കുന്ന കലശ ചടങ്ങുകളിൽ മുളയിടൽ, വിവിധ ശുദ്ധി കർമ്മങ്ങൾ, ഹോമങ്ങൾ, വാസ്തുബലി, ചതുശുദ്ധി, വലിയ ചതുശുദ്ധി, അവഗാഹം, പഞ്ചകം, മഹാപഞ്ചകം, പ്രായശ്ചിത്ത ഹോമങ്ങൾ, ശാന്തഹോമങ്ങൾ എന്നിവ നടക്കും. ദോഷപരിഹാരങ്ങൾക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടുന്ന ചടങ്ങുകൾക്ക് ശേഷം പ്രതിഷ്ഠയ്ക്കായുള്ള ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കും. തുടർന്ന് ജീവകലശവും പ്രതിഷ്ഠാകർമ്മവും നടക്കും. ഏപ്രിൽ 23-നാണ് പ്രതിഷ്ഠ. തുടർന്ന് 3 രാത്രികൾ നട അടയ്ക്കും. 13-ാം ദിവസം പുലർച്ചെയാണ് നട തുറക്കുക. ഏപ്രിൽ 26-ന് രാത്രി 8:30-ന് ക്ഷേത്രോത്സവത്തിന് കൊടികയറും. കിരാതമൂർത്തി സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു 65 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു നവീകരണ കലശം നടക്കുന്നത്. ഈ നവീകരണ കലശത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശിവഭഗവാന് ഏറ്റവും അധികം വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള കലശം, അതായത് സഹസ്രകുംഭത്തോടുകൂടിയും കർപ്പൂരാദികളോട് കൂടിയിട്ടുള്ളൊരു നവീകരണ കലശമാണ് ഇവിടെ നമ്മൾ നടത്തുന്നത്. ഏപ്രിൽ 14-ാം തീയതി തുടങ്ങിയിട്ട് മെയ് 1-ാം തീയതി വരെ, അതായത് 13 ദിവസത്തെ കലശപരിപാടികളും അതിനുശേഷം 6 ദിവസത്തെ ഉത്സവവും അതാണ് ഇവിടെ. അതായത് കലശത്തിൻ്റെ പൂർണ്ണത വരണമെന്നുണ്ടെങ്കിൽ ഉത്സവം 6 ദിവസത്തെ ഉത്സവം കൂടി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അതടക്കമുള്ളൊരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ 65 വർഷത്തിന് ശേഷം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിനു മുമ്പൊരു കലശം നടത്തിയതായിട്ട് ഓർമ്മയിലുണ്ടോ എന്നുള്ളത് വളരെ സംശയമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇനിയൊരു കലശം കാണാൻ പറ്റുമോ എന്നുള്ള കാര്യവും സംശയമാണ്. ആ രീതിയിലാണ്. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു താന്ത്രിക ചടങ്ങുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ 19 ദിവസമായിട്ട് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് കലാപരിപാടികളുണ്ട്, മേളമുണ്ട്, ഉത്സവമുണ്ട്, ആനകളുണ്ട്, എല്ലാം അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കാത്തലിക് പ്രവാസി ചാരിറ്റബിൾ കമ്മ്യൂണിറ്റിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഏപ്രിൽ 13-ന് തിങ്കളാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. വൈകിട്ട് 4-ന് സെന്റ് തോമസ് കത്തീഡ്രൽ ബദേൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ലോഗോ പ്രകാശനം നിർവഹിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ വിൻസെന്റ് തൊഴുത്തുംപറമ്പിൽ, ജോണി വരിക്കാശ്ശേരി, ജെയിംസ് പൊള്ളിപ്പറമ്പിൽ, ജോഫി കാഞ്ഞിരത്തിങ്കൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈ വരുന്ന 13-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഇരിങ്ങാലക്കുട കത്തീഡ്രൽ വികാരി ഡോക്ടർ റവറൻ ഫാദർ ലാസർ കുറ്റിക്കാടൻ നിർവഹിക്കുന്നതാണ് ഈ ലോഗോ പ്രകാശനം. അതോടൊപ്പം തന്നെ 100-ൽ പരം നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഒരു 1000 രൂപ വില മതിക്കുന്ന
പലവ്യഞ്ജന കിറ്റുകളാണ് ഞങ്ങൾ വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് കൂപ്പൺ കൊടുത്തുകൊണ്ട് നിർധനരായിട്ടുള്ള വീട്ടിൽ ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് ഈ കൂപ്പണുകൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ കൂപ്പണുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആൾക്കാർ ഇത് അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നതായിരിക്കും. ഇത് കൂടാതെ ഈ ചാരിറ്റബിൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് 100% ഞങ്ങൾക്ക് ഒരു ലാഭേച്ഛ ഇല്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തോന്നിയ ഒരു വികാരത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ഒറ്റ മാനദണ്ഡം മാത്രമേ ഇതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കൽപ്പറമ്പ് പുന്നാപറമ്പിൽ ഊക്കൻ പരേതനായ ജോൺ ഭാര്യ ഇരിങ്ങാലക്കുട ആലപ്പാട്ട് കോട്ടോളി കുടുംബാംഗം LC അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് കൽപ്പറമ്പ് സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ വെച്ച് നടക്കും. ജസ്റ്റിൻ, ജെസ്സി, ജോഷി, ജിജു, പരേതനായ ജെയ്സൺ എന്നിവർ മക്കളും ആൻസി, സൈമൺ, അമ്പിളി, സിൻസി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.